പൂട്ടിയിട്ടിരിക്കുന്നു. ആ ആനിയുടെ വീട്ടിൽ പോയി ചോദിക്കാം. എന്താ? അവർ നാട്ടിലേക്ക് പോയി. നാട്ടിലേക്കോ? ആ കുട്ടിയുടെ അമ്മയുടെ തറവാട്ടിലേക്ക് പോയിട്ട് കുറച്ചു ദിവസമായത്രേ. എങ്ങോട്ടായി പോണേ? ഇതെന്ത് കൽപ്പിച്ചുള്ള പോക്ക? ഇങ്ങനെ ഭ്രാന്ത് കാണിച്ചാൽ ഞാൻ എന്റെ പാട്ടിന് പോകും കേട്ടോ. ഇറങ്ങണോ? എന്താ ഇറങ്ങാൻ? അല്ല ഞാനിപ്പോ ഇറങ്ങ. വേണ്ട വേണ്ട, എന്തായി കാണിക്കുന്നേ? സേതു ഇറങ്ങാൻ. ഞാനോ? ഇറങ്ങാൻ. സേതു ഇറങ്ങാനല്ലേ പറഞ്ഞത്? അതെ അതെ. സേതു 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 ഞാനൊന്നും പറഞ്ഞോട്ടെ? ഒന്നും പറയണ്ട. താൻ പറഞ്ഞത് നേരാ. എനിക്ക് ഭ്രാന്ത. അത് ഞാൻ ഒറ്റയ്ക്ക് സഹിച്ചോളാം. അതിനെനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. സേതു ഒറ്റയ്ക്ക് പോരുത്. സേതു ഒറ്റയ്ക്ക് പോകണ്ട. ഓ ഇനി എന്താ സംഭവിക്കാം? ഹലോ, ആരാ? സേതുവാണ്. പ്രിയ അവളിവിടെ ഇല്ല. സേതു ദയവ് ചെയ്ത് ഇനി അവളെ വിളിക്കരുത്, കാണാൻ ശ്രമിക്കരുത്. എന്നോട് മിണ്ടാതിരിക്കാൻ, എന്നെ കാണാതിരിക്കാൻ കഴിയുമോ അവൾക്ക്? അതൊന്നും എനിക്കറിയില്ല. എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാ ഞാനീ പറയുന്നത്. ഒരമ്മയുടെ അപേക്ഷയാണ്. നാളെ ഇവിടെ ഒരു ചടങ്ങ് നടക്കുകയാ. അധികം ആരെ അറിയിച്ചിട്ടില്ല. അവളുടെ വിവാഹമാണ്. ഹലോ ഹലോ. തിരക്ക് പിടിച്ചായതുകൊണ്ട് ഒന്നിന് സമയം കിട്ടിയില്ല. അതെങ്ങനെയുണ്ട്? ഇത് നോക്കേ, നന്നായിട്ടുണ്ടോ? ഇത് നന്നായിട്ടുണ്ടല്ലേ? ആ സാരി അവൾക്ക് ചേരുന്നുണ്ടല്ലേ? ഭാനു, എന്താ? ഒന്നിങ്ങ് വന്നേ. ഞാൻ ഇപ്പൊ വരാം. ഹലോ സേതുവേട്ടാ. പ്രിയ, എവിടെയാണ് നീ? എന്താ ഇതുവരെ എന്നെ വിളിക്കാതിരുന്നത്? സേതുവേട്ടൻ എന്നെ മനസ്സിലാക്കണം. കഴിയുന്നിട്ടാ മൊബൈൽ അന്നേ അമ്മ വാങ്ങി വെച്ചിരിക്കേ. തടവ് പുള്ളിയുടെ അവസ്ഥയിലാണ് ഞാൻ. എങ്ങോട്ട് നീങ്ങിയാലും അപ്പോഴമ്മ എത്തും. ഇപ്പൊ തന്നെ ദേവി വന്നോണ്ടാ അമ്മയൊന്ന് മാറി തന്നത്. അവളുടെ മൊബൈലിൽ നിന്നാ. എനിക്ക് കൂടുതലൊന്നും കേൾക്കണ്ട. എനിക്കിപ്പം നിന്നെ കാണണം. എവിടെയാ സേതുവേട്ടൻ ഇപ്പോ? വരാം. അമ്മ കണ്ടു കാണൂ. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ശരി, അങ്ങനെ പറയാം.
ഇവിടെ വന്ന് രണ്ടുപേരും കൂടെ നിൽക്കുന്ന എന്തിനാ? ഒത്തിരി നേരമായല്ലോ. ഒന്നുമില്ലമ്മേ, ഈ ദേവി വെറുതെ ഓരോന്ന്. എന്താ ഒരു വല്ലായ്മ? ഹേയ്, അമ്മയ്ക്ക് തോന്നിയതാ. ആ, ബ്യൂട്ടി പാർലറിലേക്ക് പോവാൻ കാറ് വന്നിട്ടുണ്ട്. ഞാൻ റെഡി അമ്മേ, ദേവിയും കൂടെ വന്നോളൂ. ദേവിയുടെ കൂടെ വന്നേ. അവള് റിസപ്ഷനിലുണ്ട്. പെട്ടെന്ന് ചെന്നില്ലെങ്കിൽ എന്താ എന്താ എന്നോടൊന്നും മിണ്ടാത്തെ? ഇങ്ങനെ ഇരിക്കാനാണോ കാണുമെന്ന് പറഞ്ഞത്? സേതുവേട്ടാ, ആർക്കും വഴങ്ങാതെ എന്റേത് മാത്രമായ ലോകത്ത് ഒറ്റയ്ക്ക് കഴിയായിരുന്നു ഞാൻ. എന്തിനാ നീ എന്നിങ്ങനെ? ഞാൻ എന്താ വേണ്ടേ? സേതുവേട്ടൻ പറയേ. എല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ നിമിഷം വരെ ഞാൻ ജീവിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും ഞാൻ വരാൻ കൂടെ. അമ്മേ, ഞാനാ സേതുവേട്ടന്റെ അടുത്തുനിന്ന്. അതെ, എന്നോട് പൊറുക്കണം. ഞാൻ പോവാ സേതുവേട്ടന്റെ കൂടെ. വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. ഉണ്ട്, വേണ്ട, സേതുവേട്ടനോടൊന്നും പറയണ്ട. ഇതെന്റെ തീരുമാനം. ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കണ്ട, നമുക്ക് പോവാം. ശ്ശേ. സേതുടാ, പോയിക്കോളൂ. ഇനിയും ജീവിതം ബാക്കിയുണ്ടല്ലോ. വേണ്ട, എനിക്ക് പോവണ്ട. പാടില്ല. ഇപ്പൊ നീ പോയേ മതിയാകൂ. നിന്റെ അമ്മയുടെ ജീവൻ വളരെ വിലപ്പെട്ടതാ. അവരുടെ അഭിമാനവും. എനിക്ക് എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ. അവള് പോയി എന്നേക്കുമായി. ആ വേദന ഇപ്പോഴും ഞാൻ അനുഭവിക്കുന്നു. എങ്കിലും സ്വയം നശിച്ചേക്കാവുന്ന വഴികളിൽ നിന്നൊക്കെ എന്നെ പിന്തിരിപ്പിച്ചത് അവളുടെ വാക്കുകളായിരുന്നു. എവിടെയായിരുന്നാലും ഞാൻ എഴുതുന്ന വരികൾക്ക് കാതോർത്തിരിക്കുമെന്ന് അവളുടെ വാക്കുകൾ. പിന്നൊരിക്കലും സർ പ്രിയയെ കണ്ടിട്ടേ ഇല്ല. ഇല്ല.